നമസ്കാരം. വൈദ്യുത അപകടങ്ങൾ പ്രതിരോധിക്കാനുള്ള നടപടികളും അത്തരം അപകടങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികളും സംബന്ധിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ഒരു വൈദ്യുതാഘാതം നിർവചിക്കുക, വൈദ്യുതാഘാതത്തിന്റെ ഫലങ്ങൾ നിർവചിക്കുക, വ്യക്തിയെ ചികിത്സിക്കുന്നതിനായി വൈദ്യുതാഘാതം സംഭവിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ നിർവചിക്കുക, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്ക് ചുറ്റുമുള്ള സുരക്ഷാ നടപടികൾ നിർവചിക്കുക, ലൈവായിട്ടുള്ള വൈദ്യുതി കമ്പിയിൽ നിന്ന് ഒരു വ്യക്തിയെ ഡിസ്കണക്ട് ചെയ്യുക. ആദ്യം നമുക്ക് വൈദ്യുതാഘാതം എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു വ്യക്തി ഒരു ഇലക്ട്രിക്കൽ ലൈവ് വയറുമായി സമ്പർക്കം പുലർത്തുകയും അയാൾ സ്വയം ഇൻസുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവന്റെ ശരീരത്തിലൂടെ വൈദ്യുത പ്രവാഹം ഒഴുകുന്നു. വൈദ്യുത ആഘാതത്തിന്റെ തീവ്രത ഇനി പറയുന്നവയെ ആശ്രയിച്ചിരിക്കുന്നു. ശരീരത്തിലൂടെ കടന്നുപോകുന്ന വൈദ്യുതിധാരയുടെ അളവ്, ശരീരത്തിലൂടെ കറന്റ് എത്ര നേരം കടന്നുപോകുന്നു. അതിനാൽ ഉയർന്ന കറന്റോ അല്ലെങ്കിൽ കൂടുതൽ സമയമോ ഷോക്കിന് ഒരു കാരണമായേക്കാം. കൂടാതെ ഷോക്കിന്റെ തീവ്രതയെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങൾ ഇവയാണ്: ഷോക്ക് ലഭിക്കുന്ന വ്യക്തിയുടെ പ്രായം, ചുറ്റുമുള്ള കാലാവസ്ഥ, തറയുടെ അവസ്ഥ, അതായത് നനഞ്ഞതോ വരണ്ടതോ, വോൾട്ടേജും നിലവിലെ നിലയും, വിവിധ ഉപകരണങ്ങളുടെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി. അടുത്തതായി നമുക്ക് വൈദ്യുതാഘാതത്തിന്റെ അനന്തരഫലങ്ങൾ നോക്കാം. വൈദ്യുതാഘാതത്തിന്റെ ഫലങ്ങൾ വ്യത്യസ്ത നിലവിലെ മൂല്യങ്ങളിൽ വ്യത്യാസപ്പെടാം. ഒരു കറന്റ് 1 മില്ലി ആംപിയറിൽ നിന്ന് 5 മില്ലി ആംപിയർ വരെ അപകട സാധ്യത കുറവാണ്, ഒപ്പം തരിപ്പ് അനുഭവപ്പെടുന്നു. ഒരു കറന്റ് 10 മില്ലി ആംപിയറിൽ നിന്ന് 300 മില്ലി ആംപിയർ വരെ മിതമായ അപകട സാധ്യത ഉള്ളതാണ്. ഇത് തുടർച്ചയായ പേശി സങ്കോചത്തിനും വെൻട്രിക്കുലാർ ഫൈബ്രിലേഷനും ഇടയാകുന്നു. 300 മില്ലി ആംപിയറിനും അതിനു മുകളിലും ഉയർന്ന അപകട സാധ്യതയുണ്ട്. ഇത് ഡീഫൈബ്രിലേഷനും പൊള്ളലിനും ഇടയാക്കും. വൺ മില്ലി ആംപിയർ മുതൽ 5 മില്ലി ആംപിയർ വരെയുള്ള വൈദ്യുത ആഘാതത്തിന്റെ പ്രഭാവം വളരെ കുറഞ്ഞ ഒരു തരിപ്പ് അനുഭവം മാത്രമായിരിക്കാം. എന്നാൽ ഈ ആഘാതം തന്നെ ഒരാളുടെ സമനില തെറ്റാനും വീഴാനും കാരണമായേക്കാം. അത് അപകടത്തിൽ കലാശിക്കും. മില്ലി ആംപിയർ മുതൽ 300 മില്ലി ആംപിയർ വരെയുള്ള ഉയർന്ന കറന്റ് ലെവലിൽ പേശികൾ ചുരുങ്ങുകയും വ്യക്തിക്ക് സ്വയം സമ്പർക്കത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയാതെ വരികയും ചെയ്യും. അയാൾക്ക് ബോധം നഷ്ടപ്പെട്ടേക്കാം, ഹൃദയപേശികൾ പോലും ചുരുങ്ങാം. 300 മില്ലി ആംപിയറും അതിനു മുകളിലും ഉള്ള അമിതമായ നിലവിലെ ലെവലിൽ ഷോക്ക് ലഭിക്കുന്ന വ്യക്തി തെറിച്ചു പോയേക്കാം. കഠിനമായ വേദന അനുഭവപ്പെടുകയും സമ്പർക്ക സമയത്ത് പൊള്ളലേൽക്കുകയും ചെയ്യും. മിക്ക കേസുകളിലും ഇത് മാരകമാണ്. വൈദ്യുതാഘാതമുണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. വൈദ്യുതാഘാതമേറ്റയാൾ സപ്ലൈയുമായി സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ മരം അല്ലെങ്കിൽ റബ്ബർ പോലുള്ള വൈദ്യുത സമ്പർക്കത്തിൽ നിന്ന് വ്യക്തിയെ മോചിപ്പിക്കുന്നതിന് ഉചിതമായ നോൺ ഇലക്ട്രിക്കൽ ചാലക മെറ്റീരിയൽ തിരഞ്ഞെടുക്കുക. വൈദ്യുതി ഓഫ് ചെയ്യുക, സ്വയം ഇൻസുലേറ്റ് ചെയ്യുക, വൈദ്യുത സമ്പർക്കത്തിൽ നിന്ന് വ്യക്തിയെ അകറ്റുക. അല്ലെങ്കിൽ വ്യക്തിയുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. റബ്ബർ കയ്യുറകൾ ലഭ്യമല്ലെങ്കിൽ ഉണങ്ങിയ തുണിയോ പേപ്പറോ ഉപയോഗിച്ച് കൈകൾ പൊതിയുക. ഇലക്ട്രിക് പ്ലഗിൽ നിന്ന് മെയിൻ നീക്കം ചെയ്യുക.
പകരം ഉണങ്ങിയ മരം പോലെയുള്ള ഇൻസുലേറ്റഡ് ഉപകരണം ഉപയോഗിച്ച് വ്യക്തിയും വൈദ്യുത സ്രോതസ്സും തമ്മിലുള്ള ബന്ധം തകർക്കുക. മറ്റൊരു ബദൽ ഉണങ്ങിയ മരം, റബ്ബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലുള്ള ചില ഇൻസുലേറ്റിംഗ് വസ്തുക്കളിൽ നിൽക്കുക, അല്ലെങ്കിൽ സ്വയം ഇൻസുലേറ്റ് ചെയ്യാനും വ്യക്തിയെ അല്ലെങ്കിൽ കേബിൾ അല്ലെങ്കിൽ ഉപകരണം പോയിന്റ് രഹിതമായി തള്ളിക്കൊണ്ടോ വലിച്ചുകൊണ്ടോ കോണ്ടാക്റ്റ് തകർക്കുക. നിങ്ങളുടെ വ്യക്തിഗത സുരക്ഷ ഏറ്റവും മുൻഗണനയോടെ ഉറപ്പാക്കുക. വ്യക്തി ഒരു തൂണിലോ ഉയർന്ന സ്ഥലത്തോ ആണ് ജോലി ചെയ്യുന്നതെങ്കിൽ അയാൾ വീഴാതിരിക്കാൻ ഉചിതമായ നടപടികൾ കൈക്കൊള്ളുക, അല്ലെങ്കിൽ അവൻ്റെ വീഴ്ച സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. അണുവിമുക്തമായ ഡ്രസ്സിംഗ് ഉപയോഗിച്ച് പൊള്ളലേറ്റ പ്രദേശം മൂടുക. എത്രയും വേഗം അവനെ ചികിത്സിക്കാൻ ഒരു ഡോക്ടറുടെ സഹായം തേടുക. വൈദ്യുതാഘാതത്തെ തുടർന്ന് വ്യക്തി അബോധാവസ്ഥയിലാണെങ്കിൽ പ്രഥമ ശുശ്രൂഷ നൽകാൻ ഉടൻ തയ്യാറാകുക. രക്ഷാപ്രവർത്തകർക്ക് പ്രഥമ ശുശ്രൂഷയിൽ നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. അതിനുശേഷം അവനെ ഉടൻ വൈദ്യചികിത്സയ്ക്കായി അയയ്ക്കുക. അടുത്തതായി നമുക്ക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട സുരക്ഷാ നടപടികൾ നോക്കാം. യോഗ്യതയുള്ള പരിശീലനം ലഭിച്ചവർ മാത്രമേ ഇലക്ട്രിക്കൽ ജോലികൾ ചെയ്യാവൂ. ലൈവ് സർക്യൂട്ടുകളിൽ പ്രവർത്തിക്കരുത്. ഒഴിവാക്കാനാകാത്ത പക്ഷം റബ്ബർ കയ്യുറകൾ, റബ്ബർ മാറ്റുകൾ മുതലായവ ഉപയോഗിക്കുക. ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ പ്രവർത്തിക്കുമ്പോൾ ഇൻസുലേറ്റഡ് ഹാൻഡിൽ സ്ക്രൂ ഡ്രൈവറുകളും പ്ലെയറുകളും ഉപയോഗിക്കുക. അനാവൃതമായ കണ്ടക്ടറുകളിൽ തുടരുത്. സ്വിച്ച് പാനലുകൾ, കൺട്രോൾ ഗിയറുകൾ മുതലായവ പ്രവർത്തിപ്പിക്കുമ്പോൾ റബ്ബർ മാറ്റുകളിൽ നിൽക്കുക. ഒരു വ്യക്തിയെ തത്സമയ വിതരണത്തിൽ നിന്ന് വിച്ഛേദിക്കുന്നതിനുള്ള നടപടിക്രമം നമുക്ക് നോക്കാം. വൈദ്യുതാഘാതം ഏൽക്കുന്ന വ്യക്തിയെ അല്ലെങ്കിൽ മോക്ക് വ്യക്തിയെ നിരീക്ഷിക്കുക. സാഹചര്യം വേഗത്തിൽ വ്യാഖ്യാനിക്കുക. വിതരണം വിച്ഛേദിച്ചുകൊണ്ടോ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന്റെ ഇനങ്ങളിലൊന്ന് ഉപയോഗിച്ചോ ലൈവ് ഉപകരണങ്ങളിൽ നിന്ന് വ്യക്തിയെ സുരക്ഷിതമായി നീക്കം ചെയ്യുക. വ്യക്തിയെ ശാരീരികമായി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുക. വ്യക്തി അബോധാവസ്ഥയിലാണെങ്കിൽ കഴുത്ത്, നെഞ്ച്, അരക്കെട്ട് എന്നിവയിലെ വസ്ത്രങ്ങൾ അഴിച്ച് വ്യക്തിയെ വിശ്രമിക്കുന്ന സ്ഥാനത്ത് വയ്ക്കുക. വ്യക്തിയുടെ സ്വാഭാവിക ശ്വസനവും ബോധവും പരിശോധിക്കുക. അവസ്ഥയെ അടിസ്ഥാനമാക്കി പരിശീലനം ലഭിച്ച രക്ഷാപ്രവർത്തകൻ പ്രഥമ ശുശ്രൂഷ നൽകുകയും വ്യക്തിയെ ഉടൻ വൈദ്യചികിത്സയ്ക്കായി അയയ്ക്കുകയും ചെയ്യുക. രോഗിയുടെ ശരീരത്തിലെ ചൂട് നിലനിർത്തുക. വൈദ്യുത പൊള്ളലോ പരിക്കോ ഉണ്ടായാൽ പ്രഥമ ശുശ്രൂഷ ചെയ്യുക. പൊള്ളലേറ്റ ഭാഗം വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കുക. പൊള്ളലേറ്റ ഭാഗം അണുവിമുക്തമായ തുണി ഉപയോഗിച്ച് മൂടുക. കഠിനമായ രക്തസ്രാവം ഉണ്ടായാൽ വ്യക്തിയെ കിടത്തി വിശ്രമിപ്പിക്കുക. സാധ്യമെങ്കിൽ പരിക്കേറ്റ ഭാഗം ശരീരത്തിന്റെ തലത്തിന് മുകളിൽ ഉയർത്തുക. രക്തസ്രാവം നിർത്താൻ ആവശ്യമുള്ളിടത്തോളം മുറിവിൽ സമ്മർദ്ദം ചെലുത്തുക. മുറിവിന് മുകളിൽ ഒരു ഡ്രസ്സിംഗ് ഇടുക. മൃദുവായ മെറ്റീരിയൽ കൊണ്ട് മൂടുക. രക്തസ്രാവം കഠിനമാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡ്രസ്സിംഗ് ഉപയോഗിക്കുക. കൃത്രിമ ശ്വസനത്തിന്റെ ശരിയായ രീതികൾ നടപ്പിലാക്കാൻ തുടരുക. റീക്യാപ്പ് ചെയ്യാൻ നമ്മൾ ഇനി പറയുന്നവ പഠിച്ചു. ഒരു വൈദ്യുതാഘാതം നിർവചിക്കുക. വൈദ്യുതാഘാതത്തിന്റെ ഫലങ്ങൾ നിർവചിക്കുക.
വ്യക്തിയെ ചികിത്സിക്കുന്നതിനായി വൈദ്യുതാഘാതം സംഭവിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ നിർവചിക്കുക. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്ക് ചുറ്റുമുള്ള സുരക്ഷാ നടപടികൾ നിർവചിക്കുക. ലൈവ് ഇലക്ട്രിക് വയറിൽ നിന്നൊരു വ്യക്തിയെ ഡിസ്കണക്ട് ചെയ്യുക. വൈദ്യുത അപകടങ്ങൾ പ്രതിരോധിക്കാനുള്ള നടപടികളും അത്തരം അപകടങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികളും സംബന്ധിച്ചുള്ള സെഷനാണ് ഇത്. അടുത്ത സെഷനിൽ കാണാം.